വയനാടൻ ചുരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വളവും കയറ്റവും കടന്നെത്തിയാൽ വെയിലും മഞ്ഞും മഴയും ഇടകലർന്ന ഇല്ലിക്കൽ കല്ലിലെത്താം. തലയുയർത്തി നിൽക്കുന്ന ഇല്ലിക്കൽ കല്ലും നരകപാലവും ഗുഹയും കുത്തനെയുള്ള മലകയറ്റവുമെല്ലാം സാഹസിക സഞ്ചാരികളെ എന്നും ഹരം കൊള്ളിക്കുന്നവയാണ്. നല്ലൊരു അനുഭവമായിരുന്നു. കാരണം ഈ പ്രകൃതി ഭംഗിയും ഈ കാറ്റൊക്കെയാണ് യുവാക്കളെ അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ ഇതിനകത്ത് ആകർഷിക്കുന്നത്. അതുമല്ല സാഹസികത കുറച്ചുണ്ട്. എന്നാൽ മരണം പതിയിരിക്കുന്ന ഇല്ലിക്കൽ കല്ലിന് മുകളിലെത്താനുള്ള സാഹസിക യാത്രയിൽ പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം 2 പേർ മലയിൽ നിന്ന് വീണു മരിച്ചു. അപകടം പതിയിരിക്കുന്ന സ്ഥലമായിട്ട് കൂടി പേരിന് പോലും സുരക്ഷാവേലികൾ സ്ഥാപിക്കാനോ ഗാർഡുകളെ നിയമിക്കാനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. റോഡ് നിലവിൽ 2 സൈഡിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതല്ലാണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഭാഗത്ത് അവർക്ക് യഥേഷ്ടം കയറി നിന്ന് കാണാനോ അവർക്ക് പോയി തിരിച്ചു വരാനുള്ള സംവിധാനം, ഒരു പാർക്കിംഗ് ഏരിയ വാഹനം തിരിക്കാനോ നിങ്ങളൊരു സംവിധാനം ചെയ്തു കൊടുത്തില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 3000-ലധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സഞ്ചാരികൾക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നിലവിൽ അല്പം ഭാഗ്യം കൂടിയുണ്ടെങ്കിൽ മാത്രമേ മടങ്ങിപ്പോകാനാകൂ എന്നതാണ് ഇല്ലിക്കൽ കല്ലിലെ അവസ്ഥ. യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഇത്തരം സാഹസിക ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് യുവാക്കൾ ഒഴുകിയെത്തുന്നത്. വൻ ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രമേ സുരക്ഷയെക്കുറിച്ച് ഭരണകൂടം ചിന്തിക്കൂ എന്ന അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ഇല്ലിക്കൽ കല്ലിൽ നിന്നും ക്യാമറമാൻ ടി.കെ. ജോമിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്. തിരക്കുകൾ പരിചിതമല്ലായിരുന്ന മീശപ്പുലിമല ദുൽഖർ സൽമാന്റെ ചാർലി എന്ന സിനിമയിലെ പരാമർശത്തോടെയാണ് സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായത്. സമുദ്രനിരപ്പിൽ നിന്ന് 8000 അടി മുകളിലുള്ള മീശപ്പുലിമലയിൽ അപകടങ്ങളും തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ അപകടത്തെ തുടർന്ന് സഞ്ചാരിയെ താങ്ങിയെടുത്തുകൊണ്ട് പോകുന്ന ചിത്രമാണിത്. ചെങ്കുത്തായ മലനിരയിലേക്ക് ഏകദേശം 2 മണിക്കൂറിലേറെ നടക്കാനുണ്ട്. കുത്തനെയുള്ള പാതകൾക്ക് ഇരുവശവും വലിയ കൊക്കയും നിലനിൽക്കുന്ന പ്രദേശം കുളുക്കുമല ടീ കമ്പനിയുടേതാണ് എന്നാണ് വാദം. സാഹസികത നിറഞ്ഞ യാത്ര പലപ്പോഴും ഭീതി നിറയ്ക്കുന്നതാണെന്ന് സഞ്ചാരികൾ തന്നെ പറയുന്നു. നമ്മൾ ഈ മരത്തുമ്മലും കുറേ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നടന്നു പോകേണ്ടത്. അപ്പുറത്തെ സൈഡിൽ കൊക്കയാണ്. വീണ് കഴിഞ്ഞൊരു പൊടി പോലും കിട്ടില്ല. 100 രൂപ ടോൾ നൽകിയാണ് ഇരുവശവും വലിയ കൊക്കയുള്ള പാത. സഞ്ചാരികളുടെ തിരക്കേറിയിട്ടും വഴി നന്നാക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല. പുല്ലു നിറഞ്ഞ പാതയിൽ മഞ്ഞുകണങ്ങൾ വീണു തുടങ്ങുമ്പോൾ അപകട സാധ്യതയും ഏറെയാണ്. അപകടങ്ങൾ ഏറെ ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ പരിഹരിക്കാൻ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല. 8000 അടിയോളം ഉയർച്ചയിലുള്ള മലയുടെ ഇരുവശമുള്ള കൊക്കയും ചെങ്കുത്തായ പാതയും അപകടത്തിൻ്റെ മുന്നറിയിപ്പുകൾ പോലുമില്ലാത്തവയാണ്. ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.